റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വെള്ളാപ്പള്ളി നടേശനെതിരായ കേസുകളിൽ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന് യൂത്ത് ലീഗ്. ദേശീയ സെക്രട്ടറി CT ഷാക്കിർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി. മൈക്രോ ഫിനാൻസ് കേസിലും KK മഹേഷിന്റെ മരണത്തിലും SIT അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഇന്ത്യയിലെ നിയമം വെള്ളാപ്പള്ളി നടേശന് ബാധകമല്ല എന്ന തരത്തിലാണ് പ്രവർത്തനമെന്ന് CT ഷാക്കിർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതുവരെ ഇന്ത്യയിലെ നിയമം വെള്ളാപ്പള്ളി നടേശന് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് കേരള പോലീസ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 10 വർഷം ശ്രീ പിണറായി വിജയന്റെ സംരക്ഷണത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ തരത്തിലുള്ള എല്ലാ ക്രിമിനൽ കാര്യങ്ങളും നടത്തിയിട്ടുള്ളതുപോലെ തന്നെ വർഗീയ വിദ്വേഷ പരാമർശം നടത്തിയിട്ടുള്ളതും. ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്ന് ഞാനൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ മഹേഷിൻ്റെ ആത്മഹത്യയിൽ അദ്ദേഹത്തിനെതിരെ FIR രേഖപ്പെടുത്തി അറസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. രമേശ് ചെന്നിത്തലയുടെ മറുപടി എന്തായിരുന്നു? അദ്ദേഹം ഞാൻ കൊടുത്ത നിവേദനം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും ഒരു നിയമമുണ്ട്. രാജ്യത്ത് നിയമം ലംഘിച്ചാൽ എന്ത് നടപടിയാണോ സ്വീകരിക്കുന്നത് ആ നടപടി ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ സ്വീകരിക്കണം, കർശനമായ രീതിയിൽ നടപ്പിലാക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, മൈക്രോ ഫിനാൻസ് കേസിൽ നിലവിലൊരു അന്വേഷണ സംഘമുണ്ട്, അതിനൊരു തലവനുണ്ട്, അത് കോടതി തന്നെ അതിന് വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം കൂടിയുള്ള പശ്ചാത്തലമുണ്ട്. KK മഹേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് SIT രൂപീകരിക്കണമെന്ന സുധീരന്റെ അടക്കം ആവശ്യം സർക്കാർ മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഘടകകക്ഷിയിൽ നിന്ന് കൂടി ഒരു SIT രൂപീകരണത്തിന് ആവശ്യം വന്നിരിക്കുന്നത്. അത് തന്നെയാണ് മാധു. സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലാകും. കാരണം VM സുധീരൻ എന്ന മുതിർന്ന നേതാവ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രിസഭയിലെ രണ്ടാമത്തെ കക്ഷിയുടെ യുവജന സംഘടന തന്നെ ഈ വിഷയം ഉന്നയിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. KK മഹേഷിന്റെ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് പേരിനൊരു ബെയിൽ എടുക്കാൻ പോലും, ജാമ്യം എടുക്കാൻ പോലും വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായിട്ടില്ല എന്ന വിവരം നമ്മൾ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് യൂത്ത് ലീഗ് നൽകിയിരിക്കുന്ന നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയിൽ ഓരോ പൗരനും ഒരു നിയമമില്ലേ, ആ നിയമം അനുസരിച്ചുള്ള നടപടി വെള്ളാപ്പള്ളി നടേശനെതിരെ എന്തുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിച്ചപ്പോൾ അതിനെതിരെ പോരാടിയവരാണ് നമ്മൾ അധികാരത്തിൽ വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരായ നീക്കങ്ങൾ എല്ലാം നടത്തണം, ഇരകളായ ആൾക്ക് നീതി വേണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് VM സുധീറിന്റെ കൂടി കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു SIT കുറിച്ച് ആഭ്യന്തര വകുപ്പ് ആലോചനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മധു, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളി നടേശന് രാജ്യത്തെ നിയമം ബാധകമല്ല എന്ന തോന്നലാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഷാക്കിർ പറയുന്നത്. കോടതിയും ചോദിച്ച ഒന്നാണ്, നിയമ നടപടികൾ നടക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശനായതുകൊണ്ടാണ് എന്ന് കോടതിയും പറഞ്ഞ കേസാണ്. SIT അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ പ്രധാന ഘടകകക്ഷിയിൽ നിന്നും.